യെസ്, ഐ ഓപ്പണിംഗ് ക്വിസ് ആണ്. യെസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതായത് ഇബ്നു ഹൈത്തമിന്റെ ഒരു പുസ്തകവുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ ഒരു ദിനാചരണം നടത്തിയത്. Yes, 2015 ആയിരുന്നു. ദ ഫാദർ ഓഫ് ഓപ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആരായിരുന്നു? അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. അൽബിറൂനി, ഇബ്നു ഹൈസം, ഇബ്നു സിന, സഖ്റാഫി. ഓക്കെ, 29 പേര് റൈറ്റ് ആൻസർ ചെയ്തു, 5 പേര് റോങ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. നമ്മുടെ കണ്ണിന്റെ ഉപരിതല ഭാഗം സംരക്ഷിച്ച് നിർത്തുന്ന ഏരിയക്ക് പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. അറിയുന്നവർക്ക് ആൻസർ ചെയ്യാം, അല്ലാത്തവർക്ക് ഗസ് ചെയ്യാം. അതിലൂടെ നമ്മളത് പഠിക്കുകയും ചെയ്യും. ഓക്കെ, കോർണിയ ആയിരുന്നു റൈറ്റ് ആൻസർ. നെക്സ്റ്റിലേക്ക് പോവാം. മുസദ്ദിഖ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ലിജി, റൈഹാന, സന, ഹസീന എന്നിവരാണ് ഇപ്പോ 1 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങളിൽ. ഒരു ഇമേജ് ഫ്രെയിം ചെയ്യുന്നത് കണ്ണിൽ എവിടെ വെച്ചാണ് എന്നുള്ളതാണ് ചോദ്യം. അള്ളാഹു മനുഷ്യർക്ക് സംവിധാനിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളില് ഒരുക്കി തന്നിട്ടുള്ള ഒട്ടനേകം ദൃഷ്ടാന്തങ്ങളിൽ ഒരു വിഷയം മാത്രമാണ് കണ്ണ് എന്ന് പറയുന്നത്. യെസ്, റെറ്റിന. അപ്പൊ അറിയുന്ന ആൻസർ തന്നെയാണ് എല്ലാവർക്കും. യെസ്, 8 പേര് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും റൈറ്റ് ആൻസർ ചെയ്തു. ഇവിടെ സന സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. നാല് ഓപ്ഷൻ ഉണ്ട്. ഐറിസ്, ഒപ്റ്റിക് നെർവ്, ലെൻസ്, റെറ്റിന. വിച്ച് സ്ട്രക്ചർ കൺട്രോൾ ഹൗ മച്ച് ലൈറ്റ് ആൻഡ് എയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പുപ്പിൾ എന്ന് പറയുന്നത് ശരിക്ക് എന്താണ്? ബ്ലാക്ക് സർക്കിൾ ആണ് റൈറ്റ് ആൻസർ. റൈഹാന ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു. ശരീരത്തില് അല്ലെ കണ്ണില് കളറുകൾ തിരിച്ചറിയാൻ ഏത് തരത്തിലുള്ള സെല്ലുകളാണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മള് കളർ തിരിച്ചറിയുന്നത് പ്രത്യേക സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ്. ഏതാണ് ആ സെല്ല് എന്നുള്ളതാണ് ചോദ്യം. ചിലർ ചാറ്റിൽ ഗസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, കോൺ കോശങ്ങളാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഡിം ലൈറ്റ്, അതായത് വെളിച്ചം കുറഞ്ഞ സമയത്ത് അത് തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? റോഡായിരുന്നു റൈറ്റ് ആൻസർ. ഓക്കെ, അവിടെ മുസദ്ദിഖ് 5ലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. റൈഹാന തന്നെയാണ് ഇപ്പൊ ടോപ്പിലുള്ളത്. അഷ, ലിയാന, MPS എന്നിവരാണ് ഇപ്പോ 1, 2, 3, 4, 5 സ്ഥാനങ്ങളിൽ. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നാല് ഓപ്ഷൻ ഉണ്ട്. How often should you blink when reading screen? Only when dry, once hourly, almost never, frequently. Yes, 24 പേരും
ഭൂരിപക്ഷ ആളുകളും റൈറ്റ് ആൻസർ ചെയ്തു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ആരാണ് വിന്നർ എന്ന് തീരുമാനിക്കുന്ന ചോദ്യമാണ്. നമ്മൾ വലിയൊരു കഥ കേട്ടിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സാറിന്റെ സെഷനിൽ. ഏത് രാജ്യത്തിന്റെ രാജാവായിരുന്നു ഇബ്നു ഹൈത്തമിനോട് ഡാം നിർമ്മിക്കാൻ പറയുകയും അവസാനം അത് പരാജയപ്പെട്ട് തുറങ്കിലടക്കപ്പെടുകയും ചെയ്ത സംഭവം ഉണ്ടായി? അത് അങ്ങനെ ഒരു ദുരന്തമായിട്ട് അന്ന് അദ്ദേഹത്തിന് സംഭവിച്ചെങ്കിലും ചരിത്രത്തിലെ വലിയൊരു കണ്ടെത്തലിന്, വലിയ കുതിച്ചുചാട്ടത്തിന് നിമിത്തമായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയായി. അഥവാ ക്യാമറയുടെ ടെക്നോളജിയുടെ കണ്ടെത്തലിന് വരെ വഴിവെച്ച ആ കഥയുടെ പിന്നിലുള്ള ചരിത്രമായിരുന്നു ചോദ്യം. യെസ്, റൈറ്റ് ആൻസർ ആണ് ഈജിപ്ത്. 24 പേര് റൈറ്റ് ആൻസർ ചെയ്തു. അപ്പോൾ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. യെസ്, നമ്മുടെ ഐ ഓപ്പണിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. തേർഡ് പ്രൈസ് ലിയാന, ആഷ. സെക്കൻഡ് പ്രൈസ്, ദ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു റൈഹാന. തുടക്കം മുതൽ തന്നെ ലീഡ് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു. മുസദ്ദിഖാണ് ആദ്യം ലീഡ് ചെയ്തെങ്കിലും പിന്നീട് ഇപ്പൊ 4ലേക്ക് മാറിയിട്ടുണ്ട്. എനിവേ, വിനയത്തിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.